നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ മുട്ടിലാണുള്ളത്. നമ്മളുടെ കൂടെ ഉള്ളത് ഒരു കാപ്പി കർഷകനാണ്. അപ്പോൾ സാറിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സാറേ, നമ്മൾ എന്താണ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ ഇത് ഫസ്റ്റിൽ നനയ്ക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഫസ്റ്റായിട്ട് ഒരു സ്പ്രേ വളം കൊടുക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അതിനെക്കുറിച്ച് രാഹുലിനോട് ചോദിച്ചപ്പോൾ 5G കൊടുക്കാൻ രാഹുൽ നിർദ്ദേശിച്ചു. ഞാൻ 5G കൊടുത്തു ഫസ്റ്റ്. എന്നിട്ടൊരു 3 ദിവസം കഴിഞ്ഞിട്ട് നന തുടങ്ങി. ബാക്കി പറഞ്ഞു. അതെ, നമ്മൾ 5G കൊടുത്തത് എന്തിനാണ് ചെയ്യാൻ? നമ്മൾ 5Gൻ്റെ അകത്ത് നമുക്ക് വരുന്ന ഫൽവിക്കും അമിനോ ആണ് വരുന്നത്. ഫൽവിക്കും അമിനോവും കൂടി വരുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ ചെടീൻ്റെ അകത്തുള്ള പൂക്കാനുള്ള ടെൻഡൻസി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹോമോണാണ്. അതിൻ്റെ കൂടെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് NPK കൂടെ ഈ 5Gൻ്റെ അകത്ത് നമുക്ക് ചേർന്ന് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ അകത്ത് ഹ്യൂമിക്കും കാര്യങ്ങളുമാണ്. അപ്പോൾ അത് നോർമലായിട്ട് തന്നെ നമുക്ക് ചെടിക്ക് കിട്ടുന്ന ഒരു ഇതിൻ്റെ അകത്താണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സീവീഡ് കിട്ടും. അത് സ്ട്രെസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യും, റിക്കവർ ചെയ്യാൻ കൂടി പറ്റുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് നമ്മളന്ന് 5G പറഞ്ഞത്. അപ്പോൾ 5G നമ്മൾ നനയ്ക്കുന്നതിൻ്റെ 3 ദിവസം മുന്നേ നമ്മൾ സ്പ്രേ കൊടുത്തു. എന്നിട്ട് ഓരോ പോർഷനായിട്ട് നനച്ചങ്ങോട്ട് പോയി. അതിനുശേഷം 3 നനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പത്തിന് മഴ തുടങ്ങുന്നവരെ നനച്ചു. മഴ തുടങ്ങിയതിന് ശേഷം ഞാൻ 15-15 അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ കൊടുത്തത് ഫോസ്ഫറസ് സോലുബിലൈസിംഗ് ബാക്ടീരിയ. അതിൻ്റെ പേര് നമ്മുടെ IPL-ലാണ് പോസ്റ്റർ എന്നുള്ള പേരാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ സോയിൽ ഗോൾഡ് കൊടുത്തു. സോയിൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ അസറ്റോബാക്ടർ എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ്. അതെന്താ വെച്ചാൽ നമ്മുടെ മണ്ണിൻ്റെ അകത്തുള്ള pH-നെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ വേരിനടുത്തുള്ള pH-നെയൊക്കെ നമുക്ക് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കാനും മറ്റേ പോസ്റ്ററിൻ്റെ അകത്തുള്ള ഫോസ്ഫറസ് സോലുബിലൈസിംഗ് ബാക്ടീരിയ എന്ന് പറയുന്നത് നമുക്ക് മണ്ണിലുള്ള ലയിക്കാത്ത ഫോസ്ഫറസിൻ്റെ അംശങ്ങൾ നമുക്ക് ലയിപ്പിച്ചിട്ട് ചെടിക്ക് കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിച്ചത്. സിങ്കോ നമ്മൾ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെക്ക വേണം. സിങ്കിൻ്റെ അംശവും അതേപോലെ തന്നെ ഫോസ്ഫറസിൻ്റെ അംശവും ഒരുപോലെ വരുന്ന സമയത്താണ് നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്കുള്ള വിരിവിന് വേണ്ടിയിട്ടുള്ള നമുക്ക് റെക്ക വീശാം. അപ്പോൾ ആ റെക്ക വീശാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളത് കൊടുത്ത്. അപ്പോൾ നമുക്കത് കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ ആരോഗ്യം നമുക്ക് നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മൾ ആദ്യത്തെ കൊടുത്ത ഫോളിയാറിൻ്റെ കൂടെ തന്നെ നമ്മൾ താഴെ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കപ്പും കൂടെ നമ്മൾ കൊടുത്തപ്പോഴാണ് ചെടിക്ക് ആ ഒരു വിരിവും നമുക്ക് ഇതിൻ്റെ ഇലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല എന്താ പറയുക സ്ട്രക്ചറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല കറുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉറപ്പിച്ചു. നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പാഞ്ച കൊടുക്കുന്ന കൂടെ തന്നെ നമുക്ക് എന്താ വെച്ചാൽ യൂറിയയുടെ അംശം കുറച്ചുണ്ടായിരുന്നു. വളം നമ്മൾ സാറിന് കൊടുക്കുന്ന ആ ഒരു അംശത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വളം ഞാൻ കുറച്ചിട്ടൊന്നുമില്ല, അതേ അനുപാതത്തിൽ തന്നെ കൊടുത്തു. നമുക്ക് അങ്ങനെ കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്ത സമയത്ത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതലാണ് ഈ കൊല്ലം കുരു. അതെന്ന് വെച്ചാൽ സാധാരണ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ല വളമായിരുന്നു. ഈ ഭാഗത്തുള്ള ഏറ്റവും നല്ലൊരു കാപ്പി കർഷകനാണ്. അപ്പോൾ അതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് പ്രാവശ്യം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അതേപോലെ നല്ല രീതിയിൽ അതേപോലെ തന്നെ തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കർഷകനും കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഡെമോ എന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോയത്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം കാപ്പി ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റത്തെ വർഷം ലീവാണ്. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷവും കാപ്പി ഉണ്ടായിരുന്നു, അതിൽ കൂടുതൽ ഈ വർഷം അടുത്ത വർഷം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കമ്പുകളൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം ഞാനൊരു 16 കൊടുത്തു. അതിന്റെ കൂട്ടത്തില് വളം കൂടി കൊടുത്തു. വളമല്ല, നമ്മൾ അതിനകത്ത് കൂട്ടി കൊടുത്തു. അത് കാൽസ്യം മഗ്നീഷ്യം ആണ് കൊടുത്തത്. നമുക്ക് ആ ചെടീൻ്റെ ഒന്നും കൂടി കറുപ്പും അതേപോലെ തന്നെ ചെടിക്കുള്ള കരുത്തും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിലേക്ക് കൊടുത്താണ്. മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്താണ് അതിൻ്റെ കൂടെ തന്നെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ വളം എപ്പോഴാണ് ഉടനെ തന്നെ ഒരു വളം കൂടി കൊടുക്കണം. ഇപ്പം തന്നെ നമ്മളൊരു വളവും കൂടി കൊടുക്കും. അതിൻ്റെ അകത്ത് ഇനി വേണ്ടത് നമുക്ക് പൊട്ടാഷാണ്. കാരണം ചെടിയുടെ ഈ കായ്ക്ക് തൂക്കം കിട്ടാൻ വേണ്ട പൊട്ടാഷും അതിൻ്റെ കൂടെ തന്നെ ബോറോണിനെ നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുക്കാനുള്ള സംഗതി പൊട്ടാഷ് ബാക്ടീരിയയാണ് നമ്മൾ പറയുന്നത്. പൊട്ടാഷിനെ നമുക്ക് മൊബിലൈസ് ചെയ്ത് കൊടുക്കുന്ന ബാക്ടീരിയയാണ് പൊട്ടാഷ് മൊബിലൈസ് ബാക്ടീരിയ. അപ്പോൾ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടാഷിൻ്റെ അംശം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി അതല്ല, സാധാരണ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടാഷ് പെട്ടെന്ന് നമുക്ക് ചെടിക്ക് എടുത്തു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ എടുത്തു കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ബാക്ടീരിയയാണിത്. ഇതും കൂടി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ വെയിറ്റിൻ്റെ അകത്ത് നമുക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ ഒരു ടൈമിൽ എന്താ വെച്ചാൽ മഴ വന്നിട്ട് ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ pH-നെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡോളോമൈറ്റോ അങ്ങനത്തെ ഒരു സാധനമോ നമുക്ക് പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഇത് കിട്ടിക്കൊള്ളുന്നില്ല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അസറ്റോബാക്ടറിൽ തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാം. അതായത് സോയിൽ ഗോൾഡ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ pH-ൻ്റെ ഒരു ഇഷ്യൂ കുറയ്ക്കാൻ പറ്റും. നമുക്ക് നൈട്രജൻ്റെയും പൊട്ടാഷിൻ്റെ അനുപാതത്തെ നമുക്ക് പ്രകൃതിയാ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാനും കൂടി നമുക്ക് സാധിക്കും. അത് നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് അടുത്ത വളത്തിൻ്റെ കൂടെ അതും കൂടി കൊടുത്തിട്ട് നമുക്ക് പരീക്ഷിക്കാം. ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് നല്ല വിളവ് കിട്ടുന്നുണ്ട്. അതിൽ ഞാൻ സന്തോഷവാനാണ്. തിരിച്ചങ്ങോട്ടും കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ തോട്ടം ഇപ്രാവശ്യം തന്നു.
അപ്പോൾ ആ ഒരു രീതിയിലകത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ആ ഒരു രീതിയിലകത്ത് നമുക്ക് സംസാരിച്ച് പോകുന്നതിൻ്റെ അകത്തും നമ്മൾ ഇത്രയും സഹായിച്ചതിന് ഫസ്റ്റ് തന്നെ അതിന് നന്ദി പറയുന്നു. ഈ